നമ്മളിപ്പോൾ ഉള്ളത് കസാക്കിസ്ഥാനിലാണ്. ഞാനും എൻ്റെ 3 സുഹൃത്തുക്കളും ചേർന്ന് കസാക്കിസ്ഥാനിൽ എത്തിയിട്ട് കുറച്ച് ദിവസമായി. സോ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കസാക്കിസ്ഥാനിൽ ഞാൻ കണ്ട കാറുകളെ കുറിച്ചാണ്. അതായത് സാധാരണ നമ്മൾ നാട്ടിൽ വളരെ പ്രീഷ്യസ് ആയിട്ട് കൊണ്ടെടുക്കുന്ന ഒരുപാട് ക്ലാസിക് കാറുകൾ കസാക്കിസ്ഥാൻ്റെ റോട്ടിൽ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. കസാക്കിസ്ഥാനിൽ ശരിക്കും ഇപ്പോൾ വിൻ്ററാണ്. കാറുകളൊക്കെ ഉണ്ടോ ഐസ് മൂടിയിരിക്കുന്ന സമയം കൂടി കേട്ടോ. സോ അങ്ങനത്തെ കുറച്ച് വിഷയം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. സോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കാറുകൾ കാണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഫോക്സ് വാഗൺ സ്കോഡ കാറുകൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഐസൊരുതി കാണിക്കാറുണ്ട്. അതായത് നമ്മുടെ ഫ്യൂവൽ ടാങ്കിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു സ്ക്വയർ സാധനം, അത് ആക്ച്വലി അവർ ഉപയോഗിക്കുന്നത് ഇതേപോലെ ഐസിനെ ഇങ്ങനെ ചുരണ്ടി കളയാനാണ്. അത് ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. ഇത് നിസാൻ്റെ സെഫീറോ എന്ന് പറയുന്ന മോഡലാണ്. 1992 കാലഘട്ടങ്ങളിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. 92 മുതൽ എന്ന് പറയാം. ഒരു 4 ഡോർ സെഡാൻ ആട്ടോ. ശരിക്കും ഫ്രണ്ടിലത്തെ ലോഗോ ഉണ്ടോ, സെഫീറോ എന്നാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല പഴക്കമുണ്ട് വണ്ടിക്ക് കാണുമ്പോൾ തന്നെ. പക്ഷേ വീലിലൊക്കെ നിസാൻ്റെ ലോഗോ ആണ് കൊടുത്തേക്കുന്നത്. യെസ്, നമുക്ക് കാണുമ്പോൾ ഏതെങ്കിലും വണ്ടിയായിട്ട് സാദൃശ്യം തോന്നുന്നുണ്ടോ? ബാക്കിൽ സെഫീറോ എന്ന് പറയുന്ന ലെറ്ററിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, ഇതാണ് വണ്ടി. പഴക്കം കൊണ്ട് തുരുമ്പൊക്കെ പിടിച്ചു പോയിട്ടുണ്ടേ. നമ്മളെ കാർനെറ്റ് വഴി റിവ്യൂ ചെയ്ത ചില വണ്ടികളും ഉണ്ട് കേട്ടോ. ഉദാഹരണത്തിന് ജെറ്റൂർ, പിന്നെ അതുപോലെ ലിഷൈൻ്റെ മോഡല്, അതുപോലെ നമ്മുടെ റോക്സ് മോട്ടോഴ്സിൻ്റെ റോക്സ് 1 അതൊക്കെ അവിടെ ഞാൻ കണ്ടായിരുന്നത്. ടൊയോട്ടയുടെ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. അതുപോലെ BYD, ജാക്ക്, സ്കോഡ, BMW, ഹ്യുണ്ടായിൻ്റെ മോഡൽസും ഇവിടെയുണ്ട്. ഇത് ടിസോണാണ്. പിന്നെ കിയ. ഒരു 5 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ശരിക്കും ചൈനീസ് വണ്ടികൾ ഇവിടെ ഇങ്ങനെ വരാൻ തുടങ്ങി എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. ഇത് ലാഡൻ്റെ സമറ 2 എന്ന് പറയുന്ന മോഡലാണ്. സമറ അങ്ങനെ പ്രൊണൗൺസ് ചെയ്യുക. ഇതെന്തായാലും ഇപ്പോൾ അത് നിന്നാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കും. ലാഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽ കേട്ടോ. പക്ഷേ ഇതിൻ്റെ ലോഗോ മിസ്സിംഗ് ആണ്. ഇവിടെ പല വണ്ടിൻ്റെയും ലോഗോ മിസ്സിംഗ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതും ഒരു സെഡാനാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പല മോഡലായിട്ട് സാദൃശ്യം തോന്നും അല്ലേ. ലുക്കിംഗ് ഗുഡ് അല്ലേ. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി കാണിക്കാം. ഇത് ഹ്യുണ്ടായിയുടെ മുഫാസ എന്ന് പറയുന്ന മോഡലാണ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന രസമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കൂടി എടുക്കുകയാണ്. ഇതിൻ്റെ ബാക്ക് പ്രൊഫൈല് ഓക്കെ, ഹ്യുണ്ടായിൻ്റെ ആ ഒരു ലെറ്ററിങ്ങും ആ ഒരു പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയില്ലേ. യാ നൈസ്. ഇനി ഇവിടെ അത് കിടക്കുന്നു ടയോട്ട വിൻടോം. അടിപൊളി. ഇത് വലിയ റയർ മോഡലാണ്. അൽമാട്ടിയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടത് എന്നാണ് എല്ലായിടത്തും റെഫറൻസിൽ എനിക്ക് കിട്ടിയത്. പക്ഷേ നമ്മൾ കാണുന്ന പല അല്ലേ, എനിക്ക് എവിടേക്കോ കുറേ കണക്ഷൻസ് തോന്നി. വാവ്, നീണ്ട ഹുഡ്, അതിനകത്ത് ടൊയോട്ടൻ്റെ ലോഗോ പ്ലേസ്മെൻറ്റ്, ചെറിയ ഗ്രിൽ, ഡ്യുവൽ ഹെഡ്ലാമ്പ് യൂണിറ്റ്. ഓ, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിലാണ് മെയിൻലി. ഇവിടെ ലെഫ്റ്റും റൈറ്റും ഡ്രൈവ് ഉണ്ട് കേട്ടോ. ഇത് റൈറ്റ് ഹാൻഡാണ്. വാവ്. ഓക്കെ, ബാക്ക് നോക്കിയാൽ ടൈല് ഒരു സ്പോയിലറൊക്കെ കൊടുത്തിട്ടുണ്ട്, വിൻഡോം ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 2 എക്സോസ്റ്റ് എക്സസറീസ് ആണ്, കണ്ടാൽ തന്നെ അറിയാം. ഐസ് അല്ലേ. വാവ്, ഇഷ്ടമായിട്ട് എനിക്ക്. ഒരു ക്യൂട്ട് സെഡാൻ. ഇനി ഇതാ ഇവിടെ ഒരു മുതൽ കിടക്കുന്നുണ്ട്. ആക്ച്വലി ഇത് W202, അതായത് ഫസ്റ്റ് ജനറേഷൻ മെഴ്സിഡീസ് ബെൻസ് C ക്ലാസ്സിൽ വിട്ടതാണ്. 1993 പ്രൊഡക്ഷൻ ആരംഭിച്ചു. വാവ്, വെരി ക്ലാസിക്കലേ. അതിൻ്റെ ആ ഒരു ഇതൊക്കെ നോക്കിയാൽ ഓ സൂപ്പർ. സ്റ്റിൽ നീറ്റാണ്, വലിയ അലമ്പുകളൊന്നുമില്ല. C180, അതുപോലെ AMG ബാഡ്ജിങ് ഒക്കെ കാണാം. ഇവിടെ അതാ ഒരു ഫോക്സ് വാഗൺ ഗോൾഫ് കിടക്കുന്നത്. ഞാൻ ആദ്യം ബാക്ക് ഇത് കാണിച്ചു തുടങ്ങാം, കാരണം തിരിഞ്ഞാണ് കിടക്കുന്നത്. വാ, ഗോൾഫ് GL ബാഡ്ജിങ്. ഫോക്സ് വാഗൻ്റെ ലോഗോ താഴെ കൊടുത്തേക്കുന്നത്, കാരണം അന്ന് ബൂട്ട് ഓപ്പണിംഗ് പർപ്പസ് ഇല്ല. ബൂട്ട് ഓപ്പണിംഗ് സെപ്പറേറ്റ് കീ തുറക്കുന്നതാണ്. യെസ്, മഞ്ഞ് മൂടി കിടക്കുകയാണ്, ബട്ട് സ്റ്റിൽ നീറ്റ്. അടിപൊളി അല്ലേ. വാവ്, ഫ്രണ്ടൊക്കെ ആക്ച്വലി ഫ്രണ്ട് ഗ്രില്ലൊന്നും കാണുന്നില്ല, മഞ്ഞ് മൂടി കിടക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരുത്തൻ കിടക്കുന്നുണ്ട്. ഇതൊരു പഴയ 3 സീരീസ് ആണ്. കോഡിൽ പറയുകയാണെങ്കിൽ E36, പക്ഷേ ഇത് കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഇവർ കേട്ടോ. എക്സോസ്റ്റൊക്കെ ലോഗോ സ്റ്റിലുണ്ട്. പല വണ്ടിക്കും ലോഗോ കാണാറില്ല കേട്ടോ. ഇവിടെ കോമഡിയാണ്. ലോഗോ ഇങ്ങനെ മിസ്സാവുന്നതാണോ എന്നൊന്നും അറിയില്ല. വീലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് അൾട്ര ചെയ്തിട്ടുള്ള ഒരാളുടെ ആണ്. ഫ്രണ്ട് കാണിച്ചു തരാം. വാവ്, സ്റ്റില്ലൊരു ഒരു ഫീൽ ഗുഡ് ഉണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നത് ഇത് കുറേ പാർട്സൊക്കെ ഇവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അവിടെയൊക്കെ ബോഡി കളറൊക്കെ നോക്കിയാൽ 2 ബോഡി ടോണൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഇതിലും ഭംഗിയുള്ള 3 സീരീസൊക്കെ ഞാൻ റോട്ടിൽ കണ്ടിട്ടുണ്ട്. ഇതൊരു 1991 Audi 100 മോഡലാട്ടോ. സ്റ്റിൽ ബ്യൂട്ടിഫുൾ ആണ്. മെറൂൺ കളറിനകത്ത് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഒരു മോഡൽ എന്ന് പറയാം.
വീലെല്ലാം സ്റ്റോക്ക് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കിയാൽ എവിടെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ചെറുതായിട്ട് അല്ലേ കളർ പോയിട്ടുണ്ട്, ബാക്കിയൊക്കെ അടിപൊളിയാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 2.3 Audi 100. ഓ നൈസ് ക്ലീൻ സ്പെക്ക്, ഫുൾ സ്റ്റോക്കിൽ അടിപൊളിയായി, എനിക്കിഷ്ടപ്പെട്ടെ. ഇൻറ്റീരിയറിലേക്കും ഓൾമോസ്റ്റ് സ്റ്റോക്കാണ്. സീറ്റിനൊരു കവറൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ, അടിപൊളി, സൂപ്പർ. ഇവിടുത്തെ സ്ട്രീറ്റിൽ ഏറ്റവും കൂടുതൽ കണ്ടതാണ് ടൊയോട്ടൻ്റെ RAV4. ഇത് 1991 സീരീസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് ഫസ്റ്റ് ജനറേഷൻ ഓഫ് ടൊയോട്ട RAV4. ഇതിൻ്റെ പല വകഭേദങ്ങളും ഞാനിവിടെ കണ്ടിട്ടുണ്ട്. എൻ്റെ വീൽ നോക്കിയാൽ ഇവിടെ ടൊയോട്ട RAV4 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റോക്ക് വീൽ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കണു. സീറ്റൊക്കെ ഇവർ എല്ലാവരും കവറൊക്കെ ഇട്ടാട്ടോ യൂസ് ചെയ്യുന്ന. സ്റ്റിയറിംഗ് വീലൊക്കെ സ്റ്റോക്ക് തന്നെയാണ്. മഞ്ഞ ചെയ്ത് നിൽക്കുന്ന നോക്കിയാൽ നൈസ്. നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഡോറ് പോലെ ഓപ്പൺ ആക്കുന്നതാണ്. ബാക്കിൽ സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട്. RAV4 ടൊയോട്ട എന്ന് പറയുന്ന ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അടിപൊളിയല്ലേ സംഭവം. ഇത് ലാഡയുടെ സമറ ഹാച്ച് പാക്ക് ആട്ടോ. കാണാൻ ശരിക്കും ഒരു ഗോൾഫ് പോലൊക്കെ ഉണ്ട്, അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. വെരി സ്റ്റോക്ക് കണ്ടീഷൻ, നൈസ്ലി മാനേജറാണ്. വാവ്, വീലൊക്കെ സ്റ്റോക്ക് തന്നെയാണ്. പ്രൊഫൈൽ നോക്കിയാൽ ശരിക്കും ഒരു ഹച്ച് നല്ല ഭംഗിയുണ്ടല്ലേ, ഒരു ക്ലാസിക് അടിപൊളി സാധനം. വാവ്, സമറ എന്നുള്ള ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിൽ കാണാം. ബാക്കിലൊരു വൈപ്പർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ടൈലാമ്പൊക്കെ ആ ഒരു ക്ലാസിക് ലുക്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ അല്ലേ, എനിക്കിഷ്ടമായിട്ടാ. ഇവരെ കുറേ മോഡൽ, ലാഡ എന്ന് പറയുന്ന കമ്പനീൻ്റെ കുറേ മോഡൽസ് ഇവിടെ കാണുന്നുണ്ട്. മാക്സിമം ക്യാച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത് RAV4ൻ്റെ ഒരു 2 ഡോർ വേർഷൻ ആട്ടോ. RAV4ൻ്റെ 2 ഡോർ വേർഷൻ നമ്മളങ്ങനെ അധികം കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് സാധാ വീൽ തന്നെ, RAV4 എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഒന്നും കൊടുത്തില്ല. ഇതാണ് സൈഡ് പ്രൊഫൈൽ. ഓക്കെ, ചെറിയ വണ്ടിയല്ലേ, കുറച്ചും കൂടി ഭയങ്കര കോമ്പാക്റ്റാണ്. നൈസ്. ബാക്കിലേക്ക് തുറക്കലൊക്കെ സെയിം തന്നെയാണ്. ടൈലാമിൻ്റെ ഭാഗത്താണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് ഒക്കെ കൊടുത്തേക്കുന്നത്. ബാക്കിൽ സ്പെയർ വീലൊക്കെ കൊടുത്തിട്ടുണ്ട്. RAV4 ബാഡ്ജിങ്, ടൊയോട്ടയുടെ എംബ്ലം, ബാക്കിലത്തെ ടൊയോട്ട മോണോഗ്രാം ഒക്കെ ഇവിടെ തന്നെ കാണാം. നൈസ് ആണല്ലേ, എനിക്ക് ഇഷ്ടമായി. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടണമെങ്കിൽ ഒന്ന് വാങ്ങാം. ഇത് ടൊയോട്ടയുടെ കാരീന എന്ന് പറയുന്ന മോഡലാണ്. ലുക്ക് വൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സാദൃശ്യം തോന്നുന്നുണ്ട്. ചെറിയ ഗ്രില്ല്, ലാമ്പ് യൂണിറ്റ്, വലിയ ബമ്പർ സൈഡ് ഒക്കെ നമുക്ക് കാണാം. ലോഗോ എല്ലാം പോയിട്ടോ, അതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. ഫ്രണ്ടിൽ ടൊയോട്ടയുടെ ലോഗോ മിസ്സിംഗ് ആണ്. വീല് എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റോക്ക് ആണെങ്കിൽ അതിനകത്തുള്ള എംബ്ലം പോയിട്ടുണ്ട്. ഇവർക്ക് എംബ്ലത്തും എന്തോ ഒരു ഗെയിം ഉണ്ട് തോന്നുന്നു. വൈപ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാ വണ്ടിക്കും റിയർ വൈപ്പർ കാണാം. എനിക്ക് തോന്നുന്നു മഞ്ഞ് പെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. റിയർ ലോഗോ ഉണ്ട്. കാരീന എന്നുള്ള ബാഡ്ജിങ് കാണാം. ടൊയോട്ട കാരീന എന്ന് പറയുന്നൊരു അൽഫബറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് സ്റ്റോക്കല്ല, കണ്ടിട്ട് സ്റ്റോക്കല്ലാത്ത പോലെയാണ് തോന്നുന്നത്. ഇനി ഇതങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ വണ്ടീനെ. യെസ്, എങ്ങനെയുണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സൈഡ് പ്രൊഫൈൽ കാണാൻ എല്ലാം നല്ല ഭംഗിയുണ്ട് അല്ലേ. വാവ്. ഓക്കെ, അപ്പുറത്ത് പോകുന്ന വണ്ടി ഏതാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെയാണ് ഞാൻ ജസ്റ്റ്. വാവ്. ഇവിടെ ബസ്സിനായിട്ടൊരു സെപ്പറേറ്റ് ട്രാക്ക് ഉണ്ട് കേട്ടോ. അപ്പുറത്ത് റോഡ്, കാറ് പരിപാടികളൊക്കെ പോകുന്നത്, ഇപ്പുറത്ത് ബസ് മാത്രം. ഇതായിരുന്നു ബസ്. ഓ, ബസ് നോക്കിയാൽ അടിപൊളി. ഇവിടെ 3 മോഡൽ കിടക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ G-Wagon V8 ആണ്, അടുത്തതൊരു LS ആണ്, ഇതും V8 ആണ്. ഇനി ഇവിടെ നമുക്കൊരു ഹിൻഡായിൻ്റെ സെൻഡാഫെ കാണാം. ഇത് ഇന്ത്യയിൽ വന്നാൽ നല്ലതായിരിക്കും, നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ പ്രൈസിങ് എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടറിയണം. സോ ഞാനിതാണ് പ്രധാനമായിട്ടും കാണിക്കാൻ വന്നത്. XF30, അതായത് 3rd ജനറേഷൻ ലെക്സസിൻ്റെ LS എന്ന് പറയുന്ന മോഡൽ. ഇതൊരു 4.3 ലിറ്റർ V8 എഞ്ചിനാണ്. ഇതിന് കരുത്ത് പകരുന്നത് എന്നുള്ളൊരു വലിയ ഹൈലൈറ്റ് ഉണ്ട്. 2004-2006 ജനറേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നീറ്റ്ലി മെയിൻറ്റെയിൻഡ് ആണെന്ന് പറയാം. പക്ഷേ വീലിനകത്തുനിന്ന് ലോഗോ പോയിട്ടുണ്ട്. ഇവിടെ പലയിടത്തുനിന്നും ലോഗോ കാണാതാവുന്നതെന്നുള്ളൊരു കാര്യം ഞാൻ പലപ്പോഴായിട്ട് പറയാറുണ്ട്. ഈ ഒരു കളറിനകത്തും ഇത് നല്ല ഭംഗിയുണ്ട്. ഈ 3 നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നില്ലേ ഇതിനെ. ഇൻറ്റീരിയറും അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ വല്ലാണ്ട് ചെളി ഡ്രൈവർ സൈഡ് കൂടുതൽ ചെളിയായിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഗുഡാണ്. സൺറൂഫ് ഉള്ള മോഡലാണ്. റിക്വസ്റ്റ് സെൻസറിൻ്റെ ബട്ടണൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണാം. വീല് ലോഗോ ഇല്ല. ആഫ്റ്റർ മാർക്കറ്റ് വീലാണോ എന്ന് സംശയം പെട്ടെന്ന്. ഓക്കെ, ഇതാണ് റിയർ പ്രൊഫൈൽ. ലെക്സസ് LS 430 ബാഡ്ജിങ് ഒക്കെ കാണാം. 2 എക്സോസ്റ്റ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഇതാണ് സെൻഡാഫൻ്റെ ബാക്ക് പ്രൊഫൈൽ കേട്ടോ. കുറച്ചൊരു ബോക്സി നല്ല ഹൈലൈറ്റ് ഉള്ളൊരു വണ്ടിയിലെ. ഇൻട്രസ്റ്റിംഗ്. G-Wagon.
ഇനി ഇവിടെ ഒരു 4Runner കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു LC എടുത്ത് പോകുന്നുണ്ട്. അവിടെ ഒരു 5 സീരീസ് കിടക്കുന്നുണ്ട് BMW. ഇതൊരു TRD അല്ലേ. കുറച്ച് ആക്സറീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. റൂഫ് റെയിലൊക്കെ നോക്കിയാൽ നൈസ് അല്ലേ. ബാക്കിലൊരു സ്റ്റെയറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓ രസമുണ്ട്, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇതാണ് ഷവർലേൻ്റെ ദമാസ് എന്ന് പറയുന്ന മോഡൽ. ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള വാനുകളിലൊന്നും ഇതാണ്. നമ്മൾ അടുത്ത ഒമിനിയൊക്കെ പോലെ തോന്നില്ല ഇത്. നല്ല കിടല വണ്ടി കേട്ടോ, രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ ഒമ്നി. ടൊയോട്ടൻ്റെ ചേസറിന് അവിടെ ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ. യെസ്, നല്ല ക്യൂട്ട് ഡിസൈൻ ആട്ടോ. വിന്താമൊക്കെ ഉണ്ട പോലെ. ഫ്രണ്ട് നോക്കിയാ, വോ ഫ്രണ്ടിൻ്റെ ലോഗോ വ്യത്യാസമുണ്ട് അല്ലേ. നൈസ് അല്ലേ, കിടല വണ്ടി. ഇതാണ് സുസുക്കിയുടെ SX4. നമ്മൾ നാട്ടിലൊരു SX4 വന്നായിരുന്നു, പക്ഷേ ഇത് ഏറെക്കുറെ നമ്മുടെ എസ്ക്രോസ് പോലെ ഉണ്ടല്ലേ. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആരാ നോക്കൂ, ദ റിയൽ ജി വാഗൻ. ഇതാണ് ടൊയോട്ടയുടെ കാരിബ് എന്ന് പറയുന്ന മോഡൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരിബ് എന്ന് ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ട് ടൊയോട്ടയുടെ ലോഗോ ഇവിടെ കാണാനില്ല. ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫങ്ഷനിങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് ഈ ഒരു സൈഡ് പ്രൊഫൈലാണ്. ഓക്കെ, ഒരു വാഗൺ പോലെ ആണ് ചെയ്തേക്കുന്നത്. 2 ഡോറാണ്. ഇവിടെ കുറച്ചും കൂടി സ്പേസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. യെസ്, ടൊയോട്ടൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ബാക്കിൽ കാണാം. 4 വീൽ ഡ്രൈവ് ആണ്. സ്പ്രിൻഡർ കാരിബ് അതാണ് ഇതിൻ്റെ പേര്. നൈസ്. ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ നാക്ക് കൊളുക്കുന്നുണ്ട്, കാരണം തണുപ്പാണ്. ചുണ്ടും നാവൊക്കെ മരവിച്ച് പോകട്ടോ, അതുകൊണ്ടാണ്. ഇതാണ് ടൊയോട്ട സെലീക്ക. 1996 മുതൽ 2003 വരെ കാലത്തിലൊക്കെ പ്രൊഡക്ഷൻ ഉണ്ട്. ഇതെനിക്ക് കണ്ടിട്ട് 2000 ആ ഒരു സമയമൊക്കെ ആയിരിക്കും തോന്നുന്നു കേട്ടോ. കുറച്ചും കൂടി ഫീൽ ഗുഡായിട്ട് തോന്നുന്നുണ്ട്. ഒരു ഡിഫറെൻ്റ് ഇല്ലേ, പ്രത്യേകിച്ച് ഈ ലോഗോ ഒക്കെ പ്ലേസ് ചെയ്ത രീതിയൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കൊരു ഹുഡ് എലമെൻറ്റ് കാണാം, ബ്രീത്തിങ് പോലെ. വീലും ആ ലോഗോ പ്ലേസ്മെൻറ്റും ഡിഫറെൻ്റ് അല്ലേ. യെസ്, 2 ഡോർ വാഹനമാണ്. സീറ്റ് ഇവർ ചേഞ്ച് ചെയ്തേക്കണെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചും കൂടി സ്പോർട്ടി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ബാക്ക് പ്രൊഫൈൽ. അടിപൊളി. ടൊയോട്ട സെലീക്ക GTS. സ്പോയിലർ നോക്കിയാൽ വൈപ്പർ ആൻഡ് സെലീക്ക എന്ന് പറയുന്ന ഒരു ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നൈസ് അല്ലേ. കിഡ്ലൻ്റെ ഒരു സ്പോർട്ട് കാർ അല്ലേ. ഒരു പഴയ 5 സീരീസ് ആട്ടത് നോക്കിയാൽ. എക്സോസ്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പോടാ വേട്ടാവടിയാ. യെസ് 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 യെസ്. പൊളി, എക്സാക്ട് വണ്ടി പ്രാന്തൻ.